നമുക്കിന്ന് പഠിപ്പിക്കാനുള്ളത് ഗോസസ് തിയറത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇന്നുകൊണ്ട് ഈ ചാപ്റ്റർ തീരും. അതിലെ പ്രധാനമെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് നിയർ എ തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഒരു ചെറിയ സ്ഥാനം, അത് ജസ്റ്റ് പറഞ്ഞു പോകേണ്ട കാര്യമുള്ളൂ. ദെൻ ഷെല്ല്, ഇലക്ട്രോസ്റ്റാറ്റിക് സ്ക്രീനിങ്, എല്ലാ ചോദ്യങ്ങളാണ്. ഷോർട്ട് ആൻസറും എസ്സേയുമായിട്ടൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ഇലക്ട്രിക് ഫീൽഡ് നിയർ എ തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. വളരെ വളരെ പ്രധാനമാണ്. തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇതിനകത്ത് നോക്കേണ്ട വാക്കുകൾ തിന്നുകൊണ്ട് തിക്കുണ്ട്, തമ്മിൽ വ്യത്യാസമുണ്ട്. ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ചാർജ് എന്നർത്ഥമാണ്. സൈഡിൽ മാർക്ക് ചെയ്യണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് വരുന്ന എസ്സേ ആണ്. ഇതെല്ലാം 5 മാർക്സ് ക്വസ്റ്റ്യനുമായിട്ട് ലിങ്ക് ചെയ്തേ വരുള്ളൂ. ഡയഗ്രാം നമുക്ക് 3 ഡയമെൻഷനിലായിട്ടാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊരു ചെറിയ സാധനമുള്ളൂ, അത് വളരെ എളുപ്പമാണ്. അത് ജസ്റ്റ് പടം വെച്ച് പറഞ്ഞു പോകേണ്ട കാര്യമേ ഉള്ളൂ. എന്താണ് ഒരു തിൻ ഷീറ്റ്? എ തിൻ ഷീറ്റ് ഈസ് എ മെറ്റാലിക് ഷീറ്റ് വിച്ച് ഈസ് എക്സ്ട്രീംലി തിൻ. കിട്ടാവുന്ന ഏറ്റവും നല്ല തിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ഫോയിൽ യൂസ്ഡ് ഇൻ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. കേട്ടിട്ടുണ്ടോ? ഗോൾഡ് ഫോയിൽ, തിൻ ഗോൾഡ് ഫോയിൽ യൂസ്ഡ് ഇൻ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആ തിൻ ഗോൾഡ് ഫോയിലിന് അത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കില്ല. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ ലെഡ് ബ്ലോക്കിനിടയിൽ വെച്ചിട്ട് അത് സ്ട്രെച്ച് ചെയ്തിട്ടാണ് നിർത്തുന്നത്. അത്ര കനം കുറവാകും. നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് മോഡേൺ ഫിസിക്സിനകത്ത് ഫുള്ള് പഠിക്കും. ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അസംഷനും റിസൾട്ടും എല്ലാം നമ്മൾ പഠിക്കും. കുറേ ഉണ്ടത്. വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണത്. അപ്പോൾ ഇതിനകത്ത് ഡയഗ്രാം വളരെ പ്രധാനമാണ്. ഈ ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ നോക്കുക. അത് ഒരു 3 ഡയമെൻഷണൽ ഇഫക്റ്റ് വരണം വരയ്ക്കുമ്പോഴേക്ക്. എന്നാണ് ഇങ്ങനെ ചരിച്ചു കൊടുക്കുന്നത്. ABCD ഞാൻ ബുക്കിനകത്തുള്ള ബുക്കിന് അങ്ങനെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ തൽക്കാലം ഇവിടെ ABCD കൊടുക്കാം. അല്ലെങ്കിൽ PQRS ഒന്ന്, പി വേണ്ട, അതൊക്കെ അവിടെ വരുന്നത്. ഓക്കെ, ABCD. A B C ABCD represents a thin sheet of charge. ABCD represents a thin sheet of charge. When charges are given, the charges will assemble over the area on one side, because thin sheet charge is assembled on one side. Thick sheet charge will assemble on both sides. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ തിൻ ഷീറ്റ് പഠിച്ചിട്ട് തിക്കാണ് ചോദിക്കുകയാണെങ്കിൽ × 2 മാത്രം കൊടുത്താൽ മതി.
പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണണം. എന്നാലേ നിങ്ങൾക്ക് പടം ഇതുപോലെ വരച്ചെടുക്കാൻ. ഞാനിതിൽ കൊടുത്തിരിക്കുന്ന ക്യൂ ചാർജ് കൊടുത്തു. ക്യൂ ചാർജ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എ ഈസ് ദി ഏരിയ എ. ABCD represents a thin sheet of charge. When a charge Q is given to it, it will distribute uniformly over its area. ഏരിയ എ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്നുള്ള സാധനം തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് ലെറ്റ് അവിടെ പറയണം. Two charges are arranged over an area capital A uniformly. So, aerial charge density. അതിന് നമ്മളൊക്കെ കൊടുക്കുന്ന, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ലാംഡ പറഞ്ഞെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന സിഗ്മയാണ് കൊടുക്കുന്നത്. സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. That is sigma is equal to Q by A equation number 1. Q by A equation number 1. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സസ് എങ്ങനെയായിരിക്കും പോകുന്നത്? ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ചാർജിന് നോർമൽ ആയിരിക്കും പോകുന്നത്. എൻ്റർ ഓർ ഇമർജസ് നോർമലി. ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. എല്ലാം ഒന്നും വരയ്ക്കണ്ട, അവിടെ ഏതെങ്കിലും ഒരു 3-4 വരച്ച് കാണിച്ചാൽ മതി. ഇത് അങ്ങോട്ട് പോയതുപോലെ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങോട്ടും വരും. ഇതിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സസ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡാണ്. ആരോ മാർക്ക് കൊടുക്കണം. ഈ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഗോസസ് തിയറം യൂസ് ചെയ്യാം. ഗോസസ് തിയറം അപ്ലൈ ആണെങ്കിൽ ഒരു ഗോഷ്യൻ സർഫസ് വേണം. P is a point. P ഇവിടുത്തെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കണം. ആ പോയിന്റ് മാർക്ക് ചെയ്യാം. P is a point. എനിക്ക് അവിടുത്തെ ഇത്രയും സൈസ് വേണ്ടെങ്കിൽ വേണ്ട ചെറുതാം. P is a point at a distance of R. എനിക്ക് ആ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഫോർ ദിസ് ഐ ക്യാൻ അപ്ലൈ ഗോസസ് തിയറം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഗോഷ്യൻ സർഫസ് വേണം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഗുലർ ഷേപ്പുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെയും ഗോഷ്യൻ സർഫസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യണം. Imagine a Gaussian surface in the form of a cylinder. P എന്നുള്ള പോയിന്റ് ഇപ്പുറത്തുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു പോയിന്റ് ഇപ്പുറത്തും കാണും. അതുകൊണ്ട് ആ സിലിണ്ടറിന്റെ ഒരു ഭാഗം ഇപ്പുറത്തും വരണം.
പടം വളരെ പ്രധാനമാണ്. ഈ ഡയഗ്രാം മാത്രമായിട്ട് ഒരു പ്രാവശ്യം പണ്ട് ചോദിച്ചിട്ടുണ്ട്, വളരെ പണ്ട്. പി എന്നുള്ള പോയിന്റ് സർഫസിലെ പോയിന്റാണ്. പി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പോയിന്റാണ് പി. ഇതാണ് പി എന്ന പോയിന്റ്. ഇത് ഞാൻ ഓടിച്ചു പറയാം. ABCD represents a thin sheet of charge density sigma എന്ന് പറഞ്ഞാൽ മതി. P is a point at a distance of r. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് r ആണ്. Where the electric field intensity is to be determined. For this we can apply Gauss's theorem. അപ്പോൾ P എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ P എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് ഇപ്പുറത്തും കാണാൻ പറ്റും. ശരി. In order to apply Gauss's theorem, we need a Gaussian surface. Imagine a Gaussian surface in the form of a cylinder of length 2r. രണ്ട് സൈഡും വരണം. അത് ശ്രദ്ധിക്കണം എഴുതുമ്പോഴത്തേക്ക്. ലെങ്ത് 2r, ഫേസ് ഏരിയ A. ഒരു കോപ്പിയും കൂടെ നമുക്ക് വേണ്ടി വരും. ടച്ച് ചെയ്ത് കയറി പോകുന്നത് കാണിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് അത് കയറി പോകുന്നത്. ഇതാണ് ബുക്കിൽ കാണുന്ന ഡയഗ്രാം. ഈ ഡയഗ്രാം ടിക്ക് ചെയ്യണം. ആ ഡയഗ്രാം ടിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് എലിമെന്ററി ഏരിയ എടുക്കുക എന്നുള്ളതാണ്. എലിമെന്ററി ഏരിയ കൺസിഡർ ചെയ്യാം. അല്ല, ആ സർക്കിൾ ആയാലും പിന്നെ അത് മതി. അതിങ്ങനെ ആവണം നിയമമൊന്നുമില്ല. എലിമെന്ററി ഏരിയ ഞാൻ ഇവിടെ എടുത്തു. അത് കുറച്ചുകൂടെ നീളത്തിരുന്ന കുറച്ചുകൂടെ ഭംഗി വരും അല്ലേ. അതേപോലത്തെ ഒരു എലിമെന്ററി ഏരിയ ഞാൻ ഇപ്പുറ സൈഡ് എടുത്തു. അതേപോലത്തെ ഒരു എലിമെന്ററി ഏരിയ ഞാൻ ഇതിൻ്റെ സർഫസിൽ എടുക്കുന്നു. അതേപോലത്തെ ഒന്ന് താഴെയും എടുത്തു. എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഫേസിലെടുത്തു, എൻഡ് ഫേസിലെടുത്തു. ഇനി ചെയ്യേണ്ടത് ഞാൻ അവിടെ നോർമൽസ് ഡ്രാ ചെയ്യണം. നോർമൽ വരച്ചു. ഇവിടെ നോർമൽ വരയ്ക്കുക. ഇവിടെ നോർമൽ വരയ്ക്കുക. ഇവിടെയും നോർമൽ വരയ്ക്കുക. ഇവിടെ നോക്കി, തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കർവ്ഡ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദ ആംഗിൾ ഈസ് 90. ഇതേ 90 തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് തീറ്റ ഈക്വൽ 0. ഇതേ കണ്ടീഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. തീറ്റ ഈക്വൽസ് പാരലലാണ്. അതായത് നോർമലും ഇലക്ട്രിക് ഫീൽഡും പാരലൽ. ദിസ് ഈസ് നോർമൽ. ഇവിടെ വരയ്ക്കുമ്പോൾ എല്ലാം മാർക്കിംഗ് കറക്റ്റായിരിക്കണം. കണ്ടില്ല, വിട്ടുപോയി എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കർവ്ഡ് ഫേസ് എടുക്കൂല, എൻഡ് ഫേസ് മാത്രം എടുക്കും. എൻഡ് ഫേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ DS. എൻഡ് ഫേസ് DS. ഇത്രയും കൂടെ ഞാൻ ഓടിച്ചുരുക്കിയോടെ പറയാം. ABCD represents a thin sheet of charge of density sigma equals Q by A. P is a point at a distance of r from the sheet of charge where the electric field intensity is to be determined. For this we can apply Gauss's theorem. In order to apply Gauss's theorem,
Imagine a Gaussian cylinder of length 2r, രണ്ട് സൈഡും വരത്താൻ വേണ്ടിയിട്ട്, and face area ds. At the curved face, the normal to the elementary area and electric field are perpendicular. So Gauss's theorem does not exist. But at the end face, normal to the elementary area and electric field are parallel. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എല്ലാം അപ്ലൈ ചെയ്യാം. Gauss's theorem can be applied only on the end face. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്ലൈയിങ് ദ law. അത്രയേ ഉള്ളൂ. വളരെ ചെറിയ എസ്സേയാണ്. അതുകൊണ്ട് ഇത് 3 മാർക്കിനേ വരുള്ളൂ. 3 മാർക്കിൽ കൂടുതൽ ചോദിക്കൂല. അപ്ലൈയിങ് ദ law. എഴുതാം. ഓക്കെ, നമുക്കെല്ലാം അപ്ലൈ ചെയ്യാം. എല്ലാം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ബൈ ദ law, integral of E dot ds is equal to 1 by epsilon 0 times the net charge enclosed. 1 by epsilon 0 times the net charge enclosed. നമുക്ക് ഇന്റഗ്രൽ സിമ്പൽ കൊടുക്കണം. is equal to 1 by epsilon 0 times 1 by epsilon 0 times. Okay, AI ഇനി അപ്ലൈ ചെയ്താൽ മതി. വളരെ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, കഴിഞ്ഞു. നമുക്ക് ഈ ആണ് കണ്ടെടുക്കുന്നത്. ഡോട്ടർ എടുക്കേണ്ട കാര്യമില്ല, കാരണം കോസ് 0 ഈക്വൽസ് 1, അതൊന്നും എഴുതണ്ട. അപ്പൊ ഈ ഞാൻ പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by പിന്നെ എഴുതാം ഇൻറ്റു ചാർജ് എൻക്ലോസ്. നോക്കൂ, ഒരു ഏരിയക്ക് സിഗ്മ ചാർജ് ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുന്നത് ഡി എസ് ഏരിയ ആണ്. ഈ ഡി എസ് ഏരിയ ആണ് അവിടെയും കട്ട് ചെയ്യുന്നത്. ഇവിടെ കട്ട് ചെയ്യുന്നത് ഡി എസ് ഏരിയ ആണ്. നോക്കുക, ഡി എസ് ഏരിയ ആണ് അവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏരിയക്ക് സിഗ്മ ആണെങ്കിൽ ഡി എസ് ഏരിയക്ക് സിഗ്മ ഡി എസ്. സോ ദിസ് ഈസ് സിഗ്മ ഡി എസ്. കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഇന്റഗ്രൽ സൈൻ ഇടണം. ഇവിടെ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞ് എഴുതുന്നാൽ നമുക്ക് കർവ്ഡ് ഫേസിലില്ല, ഈ എൻഡ് ഫേസ് മാത്രമേ ഉള്ളൂ. എൻഡ് ഫേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡി എസ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ 2ds, രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2ds. therefore കഴിഞ്ഞു. E into 2ds is equal to 1 by epsilon 0 times into sigma ds divided by ഇവിടെ ടേമുകളെല്ലാം ക്യാൻസൽ ആവും. ds പോയി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ what is E? E is equal to sigma by 2 epsilon 0 divided by 2 epsilon 0 is the general expression. ഇത്രയേ കഴിഞ്ഞു. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത, ഇത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആർ എന്ന് പറഞ്ഞൊരു ടൈം ഇല്ല, അതുകൊണ്ടിവിടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് മേ എക്സ്റ്റെൻഡ് അപ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. സിൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ, ഡിസ്റ്റൻസിന് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ, ഇറ്റ് ഈസ് ക്ലിയർ that the field may extend up to infinity uniformly.
യൂണിഫോമിറ്റി എന്ന് പറയാൻ കാരണം സിഗ്മ ഒരു കോൺസ്റ്റന്റ് ആണ്, 2 ഒരു കോൺസ്റ്റന്റ് ആണ്, അബ്സല്യൂട്ട് സീറോ ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിന്റെ വെക്റ്റർ ഫോമും കൂടെ പറയുന്നതോടുകൂടി ഈ എസ്ഐ തീരുകയാണ്. ഇൻ വെക്റ്റർ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആരോ ഈസ് ഈക്വൽ ടു, ഇതിനോട് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഒരു ഈക്വൽ സൈൻ വിട്ടുപോയി. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഇൻറ്റു ആർ ക്യാപ്പ്. പരീക്ഷയ്ക്ക് ഇതുകൂടെ പറയണം കേട്ടോ. പരീക്ഷയ്ക്ക് നിങ്ങളുടെ വെക്റ്റർ ഫോം ഇതുവാ നിങ്ങളുടെ ചോദിച്ചില്ലെങ്കിലും നമ്മളതുകൂടെ എഴുതണം എന്നുള്ളതാണ് ഇതിൻ്റെ നിയമം. ചെറിയൊരു സ്റ്റേണ് നല്ല ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. ABCD represents a thin sheet of charge of surface charge density അല്ലെങ്കിൽ aerial charge density sigma surface charge density എന്ന് പറയും കേട്ടോ. P is a point at a distance of r from the sheet of charge where electric field intensity is to be determined. For this, consider a Gaussian surface in the form of a cylinder of length 2r and area ds, face area ds. At the curved face, the normal to the elementary area and electric field are 90, so Gauss's theorem is not applicable. But at the end face, they are parallel, theta equals 0. The theorem is applicable. Applying the law, integral of E dot ds equals 1 by epsilon 0 times the net charge enclosed. ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്, പുറത്തെടുക്കുക. ഇന്റഗ്രൽ ഓഫ് ds ഈക്വൽസ് 1 by epsilon 0. ds ഏരിയക്കകത്തുള്ള ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്മ ds. dsനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ dsഉം ഈ dsഉം കൂടെ കൂട്ടിയാൽ മതി. 2ds ഈസ് ഈക്വൽ ടു 1 by epsilon 0 into sigma ds. ds ക്യാൻസൽ ആയി. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇസ് ജനറൽ എക്സ്പ്രഷൻ. ഇവിടെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫീൽഡ് മേ എക്സ്റ്റെൻഡ് അപ് ടു ഇൻഫിനിറ്റി യൂണിഫോംലി. ആ വെക്റ്റർ ഫോം വളരെ 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 പ്രധാനമാണ്, എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി നമുക്കൊരു 3D കാണാം. ഇത് നമ്മൾ 3Dയിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇത് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ വേണ്ട അടുത്ത് കിട്ടുതരാം. ചാർജ് സ്പ്രെഡ് ചെയ്യുന്നു. ഒരു ചാർജ് ക്യൂ ചാർജ് ഒരു ഷീറ്റ് ഓഫ് ചാർജിന് കൊടുക്കുന്നു. അത് യൂണിഫോമിൽ സ്പ്രെഡ് ആവുകയാണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കൂ. So that it is the most equilibrium state. ഗോഷ്യൻ സർഫസ് ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതേപോലെ മറ്റേ സൈഡിലും കാണും. അപ്പുറത്തും വന്നു, കണ്ട, രണ്ട് സൈഡിലും വന്നു. അത് ആ ഷീറ്റിനെ കട്ട് ചെയ്യുന്ന സ്പേസ് കാണാനാണ് ട്രാൻസ്പാരന്റ് ആയത്. ഇനി എലിമെന്ററി ഏരിയ വേണം. ഒന്ന് എൻഡ് ഫേസില്, ഒന്ന് കർവ്ഡ് ഫേസില്. ഇതേപോലെ അപ്പുറം സൈഡിലും വരും. നമുക്ക് ഒരിടത്ത് കണ്ടാൽ മതി. നോർമൽസ് വരയ്ക്കുക. വരച്ചു, നോർമൽ വരച്ചു. ഒരിടത്ത് 90 ഡിഗ്രി ആയി കാണാം. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അത് പാരലാവും. എൻ്റെ അതിപ്പുറത്ത് നോർമലായി വരെയാണ്. ഇപ്പുറത്ത് നോർമലായി ഇപ്പുറത്ത് വരും. ഇലക്ട്രിക് ഫീൽഡ് പാരലായി, മറ്റൊരു 90 ഡിഗ്രി ആയി. ഇതാണ് ഈ അനിമേഷൻ. ഇതെല്ലാം ഞാൻ ഇരുന്ന് വരച്ച് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ പഠിപ്പിക്കാൻ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കുന്ന അനിമേഷൻസ് ആണ്. ഒരിക്കൽ ഇവിടെ കാണുക. ഷീറ്റ് ഓഫ് ചാർജ്, ഒരു ചാർജ്, അതിൽ ഞാൻ ക്യൂ ചാർജ് കൊടുത്തു.
ചാർജ് ഓട്ടോമാറ്റിക്കായിട്ട് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കാണിക്കുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ അത് മൈക്രോ സെക്കൻഡ് പോലും വേണ്ട, ഒരു നാനോ സെക്കൻഡിനകത്ത് തന്നെ ചാർജ് സ്പ്രെഡ് ചെയ്യും. നമുക്കത് സ്പ്രെഡ് ചെയ്യുന്ന കാണാനായിട്ട് സ്ലോ മോഷനിൽ ചെയ്തിരിക്കുന്നത് മാത്രം. ഡിസ്ട്രിബ്യൂഷനായി. ഇതാണ് സിഗ്മ Q/A എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഗോഷ്യൻ സിലിണ്ടർ ലെങ്ത് 2R. അപ്പം മറ്റേ സൈഡിൽ വരണം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ലാത്തൊരു സാധനമാണത്. ലെങ്ത് R എന്ന് എഴുതിയരുത്, ലെങ്ത് 2R. ഇത് തിൻ ഷീറ്റ് ആയതുകൊണ്ട് ചാർജ് ഒരു സൈഡിലേ കാണൂ. തിക്ക് ഷീറ്റ് ആണെങ്കിൽ ചാർജ് രണ്ട് സൈഡിലും കാണും. അവസാനം നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ മതി. ആ രണ്ട് വരുന്ന എലിമെന്ററി ഏരിയ, ഒന്ന് എൻഡ് ഫേസിലും വേറൊന്ന് കർവ്ഡ് ഫേസിലും. പിന്നെ അതിന് നോർമൽസ് വരയ്ക്കുന്നു. ആ നോർമലിൻ്റെ ഒരു കോപ്പിയാണ് അത് കിടക്കുന്നത്. അത് ശരിക്കും ഹൈഡ് ആവേണ്ടതാണ്. അത് അങ്ങനെ അവിടെ വരേണ്ട കാര്യമില്ല. നല്ല ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ഇതൊക്കെ ഈ പടമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ അനിമേഷനൊക്കെ നിൽക്കണം. അപ്പോൾ പുതുതായിട്ടൊന്ന് പിള്ളേർ ചോദിക്കും ഇത് എന്തിലാണ് ചെയ്യുന്നത്? ഇത് 3D സ്റ്റുഡിയോ മാക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. ഇതേ സോഫ്റ്റ്വെയറിൽ തന്നെയാണ് ടൈറ്റാനിക് ഷിപ്പിന്റെ കുറേ ഭാഗങ്ങൾ അന്ന് സിനിമ എടുത്ത സമയത്ത് ചെയ്തിരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതിൻ്റെ 2Dയുടെ 3D ഇത് എവിടെ കാണാൻ പറ്റും? 2Dയുടെ 3D നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? 2Dയുടെ 3D ഇതാണ് നമ്മൾ ഈ വരച്ച പടം. ഇപ്പം കമ്പ്യൂട്ടറിൽ വരച്ച പടം ഇത് തന്നെയാണ്. ഈ പടമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത്. ഇനി ഇത് അതിൻ്റെ വേറൊരു 3D. ഇത് പണ്ട് ചെയ്ത 3D. ഒരു ഷീറ്റ് ഓഫ് ചാർജ്, ഒരു സിലിണ്ടർ, ഗോഷ്യൻ സിലിണ്ടർ, അതിൽ പെനിട്രേറ്റ് ചെയ്ത് കയറി പോയിരിക്കുകയാണ്. ആ പെനിട്രേറ്റ് ചെയ്ത ഏരിയയാണ് DS. അതിനകത്തുള്ള ചാർജാണ് സിഗ്മ DS. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ശരി, ഇനി ബുക്ക് എടുത്തേ. ആ ബുക്കിനകത്ത് പടം ടിക്ക് ചെയ്യണം. അതിനകത്തുള്ള പടം ടിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇൻ ദ കേസ് ഓഫ് എ ചാർജ് തിക്ക് ഷീറ്റ് ദ ചാർജസ് വിൽ റിസൈഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഷീറ്റ് ആൻഡ് ഹെൻസ് ഇൻറ്റു 2 എടുക്കുക. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ സ്ക്വയർ. ഈ ഇക്വേഷനൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ വേണം. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു സാധനമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഡെറിവേഷനായിട്ടല്ല എഴുതിയിരിക്കുന്നത്. നോക്കി, രണ്ട് മെറ്റൽ ഷീറ്റ് എയും ബിയും, ആ പടം മാത്രം നോക്കിയാൽ മതി. ദേ ആർ ഹെൽഡ് പാരലൽ ടു വൺ അനദർ. രണ്ട് മെറ്റൽ ഷീറ്റ് നമ്മൾ പാരലായിട്ട് പ്ലേസ് ചെയ്താൽ സ്പേസ് മൂന്നായിട്ട് മാറും. റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ, 2 എന്ന് പറഞ്ഞത് ഇൻ ബിറ്റ്വീൻ, 3 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ. എ കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് EA, ബി കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് EB. ക്ലിയർ ആയല്ലോ? റീജിയൻ 1 എയും ബിയും ഒരേ ഡയറക്ഷനിലാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ലെഫ്റ്റിലോട്ട് പോകുന്നത് കൊണ്ടാണ് അവിടെ ഒരു മൈനസ് സൈൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ -1/2 എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ A പ്ലസ് സിഗ്മ B. റീജിയൻ 2 ഓപ്പോസിറ്റായി EA എന്നുള്ള മുമ്പോട്ടും EB എന്നുള്ളത് ബാക്കിലോട്ടുമായി. റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവും ലെഫ്റ്റിലോട്ടുള്ള നെഗറ്റീവും. അതുകൊണ്ട് ഒന്ന് പ്ലസും വേറൊന്ന് മൈനസും ആയി. അതുകൊണ്ടാണ് സിഗ്മ A മൈനസ് സിഗ്മ B ആയി. റീജിയൻ 3 രണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. രണ്ടും കൂടെ കൂട്ടിയാൽ മതി. രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ സിഗ്മ A ബൈ എപ്സിലോൺ 0 പ്ലസ് സിഗ്മ B ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. 1/2 എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ A പ്ലസ് സിഗ്മ B. ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെ ചോദിക്കത്തൊന്നുമില്ല.
ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ കേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് സിഗ്മ എ ഈക്വൽസ് സിഗ്മ ബി ഈക്വൽസ് മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസ് ചാർജും വേറൊന്ന് മൈനസ് ചാർജും ആണെങ്കിൽ, ഒന്ന് പ്ലസ് ചാർജും വേറൊന്ന് മൈനസ് ചാർജും ആണ്, രണ്ടും തുല്യമാണെങ്കിൽ ഈ റീജിയൻ 1ലെയും റീജിയൻ 3ലെയും ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോകും. റീജിയൻ 2ൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നോക്കുക, സിഗ്മ എ ഈക്വൽസ് സിഗ്മ ബി ഈക്വൽസ് മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലസും വേറൊന്ന് മൈനസും ആണെന്നുണ്ടെങ്കിൽ റീജിയൻ 1ലും റീജിയൻ 3ലും 0 ആയി പോവും. റീജിയൻ 2ൽ അത് കോൺസ്റ്റന്റ് ആവും. അത് സൈഡിൽ മാർക്ക് ചെയ്യണം. Note that the electric intensity is 0 in regions 1 and 2 while it is sigma by epsilon 0 in region 2. ഇങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു നിർത്തുക. ദിസ് അറേഞ്ച്മെന്റ്, അതാണ് ലാസ്റ്റ് പാരഗ്രാഫ്. Thus electric field intensity between two sheets having equal and opposite uniform surface charge densities is constant and is directed from positive to the negative charge. അത് നമ്മൾ നേരത്തെ വരച്ച പടങ്ങളെല്ലാം. This arrangement is used for producing uniform electric field. എൻട്രൻസ് പോയിന്റ് ആയി തിയറി പരീക്ഷയാണെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക്, 1 മാർക്കിനെ ചോദിക്കും. അത്രയേ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി വരുന്ന 4ാമത്തെ സേ, ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷെൽ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൈഡിൽ മാർക്ക് ചെയ്യുക. ഇതിൽ 3ാമത്തത് മാത്രം അങ്ങനെ ബോർഡ് പരീക്ഷയ്ക്കൊന്നും വരാറില്ല. നമുക്ക് ആ ഒരു കണ്ടീഷൻ മാത്രം മതി. പ്രോബ്ലം ചെയ്യാനായിട്ടൊരു കണ്ടീഷൻ മാത്രം മതി. ഇനി വരുന്ന 4ാമത്തെ സേ, ഇലക്ട്രിക് ഇന്റൻസിറ്റി. അതൊന്നുമില്ല, ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി, ഇതെല്ലാം യൂണിഫോംലി ആണ്. കണ്ട, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്. അതുകൊണ്ടാണ് അത് കണ്ടക്റ്റിംഗ് ആണെങ്കിലും നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിലും സെയിം ആണ്. ഒഴിഞ്ഞതാണെങ്കിൽ പിന്നെ അതിനകത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് ഹോളോസ്ഫിയർ എന്ന് തന്നെയാണ്. കട്ടിയുള്ള ഹോളോസ്ഫിയർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇതിൻ്റെ പടമൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായ ഒരു കാര്യം. ഞാനിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനിമേഷൻ കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ഒഴിഞ്ഞ ഷെല്ല് വേണം. നമുക്കൊരു ഒഴിഞ്ഞ ഷെല്ല് എടുക്കാം. ഇതൊരു ഒഴിഞ്ഞ ഷെൽ. ഞാൻ ഇതിൻ്റെ പുറത്ത് ചാർജ് ചെയ്താൽ ചാർജസ് വിൽ അസംബിൾ ഓവർ ഇറ്റ്സ് ലെങ്ത്. Consider a spherical shell of radius capital R. Center is O. ഇതിൽ കൊടുത്തിരിക്കുന്ന ചാർജ് Q ചാർജ്. എങ്ങനെ പറയും? കൺസിഡർ എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ carrying a charge Q. The charges will distribute uniformly over its surface. P is a point at a distance of R. P is a point at a distance of R. R എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. ഡിസ്റ്റൻസ് എപ്പോഴും സെൻറ്ററിൽ നിന്ന് പറയാവൂ, സർഫസിൽ നിന്ന് പറയരുത്. സർഫസിൽ നിന്ന് പറയുന്നതാണ് അവിടുത്തെ തെറ്റ്. ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. പി എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇമാജിൻ എ ഗോഷ്യൻ സർഫസ് ഇൻ ദ ഫോം ഓഫ് എ സ്ഫിയർ. ഒരു ഗോഷ്യൻ സർഫസ് വേണം in the form of a sphere.
സോ ദാറ്റ് പി ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് സർഫസ്. പി എന്നുള്ള പോയിന്റ് സർഫസിൽ വരത്തക്ക രീതിയിൽ ഒരു ഗോഷ്യൻ സർഫസ് ഞാൻ ഒരു സ്ഫിയർ ആയിട്ട് അങ്ങ് എടുത്തു. ഇനി ഇവിടെ നോക്കിയേ, ഈ സ്ഫിയറിന്റെ ലൈൻസ് ഓഫ് ഫോഴ്സസ് എങ്ങനെയാണ് വരുന്നത്? ലൈൻസ് ഓഫ് ഫോഴ്സസ് റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചാർജ് കാരണമുള്ളത് ഇങ്ങനെ പോവും, ഈ ചാർജ് കാരണമുള്ളത് ഇങ്ങനെ പോവും, ഈ ചാർജ് കാരണമുള്ളത് ഇങ്ങനെ പോവും, ഈ ചാർജ് കാരണം ഇങ്ങനെ എങ്ങനെയെങ്കിലും വരച്ചാൽ മതി. ഉള്ളൊന്നും വരയ്ക്കാനൊന്നും നിൽക്കണ്ട. അത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചു എന്ന് മാത്രം. ഇലക്ട്രിക് ഫീൽഡ് ഇ ഇത് ഇലക്ട്രിക് ഫീൽഡാണ് പിയിലെത്തും. എനിക്ക് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോവുക, ഇവിടുത്തെ ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു എലിമെന്ററി ഏരിയ വേണം. ഇനി അടുത്ത് വേണ്ടത് എലിമെന്ററി ഏരിയ ആണ്. നമുക്കൊരു എലിമെന്ററി ഏരിയ എടുക്കാം. ഇമാജിനറി എലിമെന്ററി ഏരിയ. വരും. ആ എലിമെന്ററി ഏരിയക്ക് ഒരു നോർമൽ വരച്ചു. നോർമൽ പാരലാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 0. രണ്ട് രീതിയിൽ പറയാൻ കേട്ടാ. ഓരോ തരത്തിലും ഇതിന്റെ കാര്യം പറയാറുണ്ട്. നമുക്ക് അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. 233 തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ ഇവിടെ എലിമെന്ററി എടുത്തിരുന്നാലും എവിടെ ഒരു എലിമെന്ററി ഏരിയ എടുത്തിരുന്നാലും തീറ്റ ഈസ് ഈക്വൽ ടു 0 എനിക്ക് അങ്ങനെ തന്നെ കിട്ടും. ഞാൻ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതെങ്ങനെയേ വരുള്ളൂ. ഞാൻ ഇവിടെ ഒരു എലിമെന്ററി ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു നോർമൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരലായിരിക്കും. ഒരു നോർമൽ വരച്ചാലും അത് പാരലായിരിക്കും. ഇവിടെയും വീണ്ടും തീറ്റ ഈസ് ഈക്വൽ ടു 0. ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എല്ലാ പോയിന്റും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. സോ അപ്ലൈയിങ് ദ തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ബൈ ദ ലാ സിൻസ് the electric field and electric field E and normal to the elementary area are parallel at all points. The law is applicable to the whole Gaussian surface. Applying the law. Apply ചെയ്യുമ്പോഴത്തേക്ക് integral of E dot ds is equal to 1 by epsilon 0 into charge enclosed. നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാലും മതി, ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. നെറ്റ് ചാർജ് ആണ് ഒന്നുകൂടെ ശരി, ഒന്നുകൂടെ കറക്റ്റ് നെറ്റ് ചാർജ് എന്ന് പറയുന്നതാണ്. ഇവിടെ അബ്സല്യൂട്ട് 0. സോറി, ഇവിടെ നമുക്ക് ഇനി ഇടേണ്ടത് ഒരു ഇന്റഗ്രൽ സൈൻ.
is equal to 1 by epsilon 0 into the net charge 0 വിട്ടുപോയി. ശരി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ ആയി കഴിഞ്ഞു. ഈ പുറത്തെടുക്കുക. ഇ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 into charge enclosed on a q charge divided by epsilon 0. Integral of ds. ഇനി സർ ഇത് സ്ഫിയർ ആണ്. ഡി എസ് എന്നുള്ള ഏരിയ കൂട്ടിയെടുത്താൽ അതിന്റെ സർഫസ് ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് 4 by r സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് therefore e into 4 pi capital R square 4 pi r square is equal to നമുക്ക് അല്ല സ്മാൾ ആർ സ്ക്വയർ ആണ്. റേഡിയസ് സ്മാൾ ആർ അല്ലേ? കാരണം ഗോഷ്യൻ സർഫസിന്റെ സൈസ് പറഞ്ഞ സ്മാൾ ആർ ആണ്, റേഡിയസ് ആർ ആണ്. ഈസ് ഈക്വൽ ടു 1 by epsilon 0 ഇതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. by epsilon 0 times the charge enclosed. So what is E? Answer I. So what is E? അങ്ങനെയാണെങ്കിൽ E എത്ര? ഓക്കെ, എവിടെയൊക്കെ പോയി? ശരിയായല്ലോ. ഓക്കെ, സോ ആൻസർ എത്ര വരണം? E is equal സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. therefore E is equal to ബാക്കിയുള്ള ടൈം താഴെ പോകുമ്പോഴത്തേക്ക് E is equal to 1 by ബാക്കി പിന്നെ എഴുതാം into Q divided by ബാക്കി താഴെ കൊടുക്കുമ്പോഴത്തേക്ക് 4 by epsilon 0 4 pi sigma അല്ല 4 pi epsilon 0 4 pi epsilon 0 into Q by R square. is the general expression. കഴിഞ്ഞു. ഇത് പോയിന്റ് ചാർജിന്റെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് തന്നെയാണ്. ഈസ് ദി ജനറൽ എക്സ്പ്രഷൻ. നമ്മൾ പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും 1 by 4 pi epsilon 0 Q by R square ഇവിടെ കിട്ടുന്നതും 1 by 4 pi epsilon 0 Q by R square. അതുകൊണ്ട് തന്നെ എ സ്ഫെറിക്കൽ ഷെൽ, എ ചാർജ് സ്ഫെറിക്കൽ ഷെൽ ഈസ് ഇക്വലന്റ് ടു എ പോയിന്റ് ചാർജ് എന്ന് പറയും. പോയിന്റ് ചാർജ് ആകുമ്പോഴത്തേക്ക് ഈ ചാർജ് എല്ലാം കൂടെ സെന്ററിൽ വരണം. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിന് തുല്യം. സച്ച് ദാറ്റ് the total charge is concentrated at the center എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് this equation is identical to that of a point charge. So it is assumed that എന്താണ് assumption? A charged shell is equivalent to a point charge such that the total charge gets concentrated at the center of the shell. ജനറൽ സ്പെരിഷി ഒത്തിരി പ്രാവശ്യം എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും ഒരു ചാർജ് ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു ചാർജ് ഷെല്ലിന് പകരം നമുക്ക് ഒരു പോയിന്റ് ചാർജ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്താൽ മതി. A charged shell is equivalent to a point charge such that the total charges gets concentrated at the center of the shell. ഇതിനകത്ത് നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസ് കൂടെ പറയണം. ഇവിടെ രണ്ട് സ്പെഷ്യൽ കേസ് കൂടെ നമുക്ക് പറയാം. കേസ് 1,
let P be a point on the surface of the shell. P എന്നുള്ള പോയിന്റ് സർഫസിലെ പോയിന്റ് ആണെങ്കിൽ then put എന്ത് ചെയ്താൽ മതി R is equal to capital R equals capital R ആക്കിയാൽ മതി. ഈ P എന്നുള്ള പോയിന്റ് സർഫസിലെ പോയിന്റ് ആകുമ്പോൾ സ്മാൾ ആർ എന്നുള്ളതിന് പേര് ക്യാപിറ്റൽ ആർ ആക്കുക. therefore ഈ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് സോ ദിസ് ഈ സർഫസ് ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ തന്നെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഒരേ ഒരു വ്യത്യാസം സ്മാൾ ആറിന് പകരം അവിടെ ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ മതി. സ്മാൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ മതി. സ്മാൾ ആറിന് പകരം ക്യാപിറ്റൽ ആറിന് പകരം സ്മാൾ ആർ പറയുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്മാൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ. ഇവിടെ നോക്കിയാൽ എല്ലാ ടൈമുകളും കോൺസ്റ്റന്റ് ആണ്. 1/4 എപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ് ആണ്, Q ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എവരിവെയർ. അപ്പം ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് എവിടെ കാണാൻ പറ്റും? ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് ഷെൽ അറ്റ് എവരി പോയിന്റ് ഓഫ് വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. കാരണം 1/4 എപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ് ആണ്, Q ഒരു കോൺസ്റ്റന്റ് ആണ്, R ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ്, അപ്പൊ അത് അവിടെ പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് എനി പോയിന്റ് ഓൺ ദി സർഫസ് ഓഫ് ദ ഷെൽ the electric field is always uniform എന്ന് പറയാം. അതാണ് കേസ് 1. ക്ലിയർ ആയി? കേസ് 2 എന്ന് പറയുമ്പോൾ let P be a point inside the shell. P എന്നുള്ള പോയിന്റ് ഷെല്ലിനകത്തുള്ള ഒരു പോയിന്റ് ആണെന്ന് എടുക്കുക. ഇൻസൈഡ് ദ ഷെല്ലിൽ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കുക, ഇത് ഇൻസൈഡ് ദ ഷെല്ലിൽ പോവുകയാണെങ്കിൽ ചാർജ് ഇരിക്കുന്ന പുറത്തും പോയിന്റ് അകത്തും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് therefore ഈ ഇൻസൈഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വാല്യൂ 0 ആയി പോകും. എന്തുകൊണ്ട് 0 ആയി? ചാർജ് എൻക്ലോസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ്. അപ്പൊ P എന്നുള്ള പോയിന്റ് അകത്തുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ചാർജ് പുറത്തും പോയിന്റ് അകത്തും. അപ്പൊ അകത്ത് ചാർജ് ഇല്ല, അകത്ത് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോയി എന്ന് പറഞ്ഞിരുന്നാൽ ദാറ്റ് ഈസ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ചാർജ്ഡ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ 0. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ മെറ്റൽ no electric field exists. This is called electrostatic shielding. This is the principle of electrostatic shielding. അതുകൊണ്ട് ഒരു ക്യാവിറ്റിക്കകത്ത്, ഒരു മെറ്റൽ ബോഡിയുടെ ക്യാവിറ്റിക്കകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകൂല. അതുകൊണ്ട് കാർ ഒരു മെറ്റൽ ബോഡിയാണ്, കാറിനകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് വെരി സേഫ് ടു ബി ഇൻസൈഡ് എ കാർ ഓർ എ ട്രെയിൻ ഓർ എ പ്ലെയിൻ ഡ്യൂറിങ് ലൈറ്റ്നിങ് നടക്കുന്ന സമയത്ത് കാറിൽ ലൈറ്റ്നിങ് അടിക്കും, ട്രെയിനിൽ ലൈറ്റ്നിങ് അടിക്കുന്നുണ്ട്. പ്ലെയിൻ പോകുന്നത് മേഘങ്ങൾക്കിടയിലൂടെയാണ്, അവിടെ ലൈറ്റ്നിങ് അടിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ പുറത്ത്. ട്രെയിനിലെല്ലാം ലൈറ്റ്നിങ് ഒരുപാട് മാത്രം അടിക്കാറുണ്ട്, പക്ഷേ അതിനകത്തിരിക്കുന്ന ആളിനെ ബാധിക്കൂല. ബിക്കോസ് ഓഫ് ദിസ് ഫിനോമിനൺ. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കേടായി പോകാതിരിക്കാൻ അതിനെ മെറ്റൽ ബോക്സിനകത്ത് പ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ ടെലിവിഷൻ്റെയൊക്കെ ട്യൂണർ എടുത്തു കഴിഞ്ഞാൽ, ട്യൂണിങ് സർക്യൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു മെറ്റൽ ബോക്സിനകത്തെ പണ്ട് വരുള്ളൂ. പണ്ടെല്ലാം മാനുവൽ ട്യൂണിങ് ഇൻസ്ട്രുമെന്റുകളാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് ആണെങ്കിൽ കൈകൊണ്ട് കറങ്ങണം. ഇപ്പോൾ എല്ലാം സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഇന്നുള്ള ടെക്നോളജി അല്ല പണ്ട്. അതുകൊണ്ട് പണ്ട് വില കൂടിയ മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ അല്ലെങ്കിൽ സ്റ്റുഡിയോ മോണിറ്റേഴ്സ്
അതുപോലെ തന്നെ ഫോണിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന ഡിവൈസിൻ്റെ മെയിൻ ഭാഗങ്ങളെല്ലാം മെറ്റൽ ബോക്സിനകത്ത് പ്ലേസ് ചെയ്യും. ഇതിനെന്നറിയാമോ? ലൈനിങ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിക്കാം. ഞാൻ ഒരിക്കലും പറയാം. സപ്പോസ് പി ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ ചാർജ് ഷെൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻസൈഡ് ദ ചാർജ് ഷെൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ 0 ആയി പോകും. സോ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ചാർജ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ മെറ്റൽ നോ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ക്യാവിറ്റിക്കകത്തിരുന്നാൽ ഒരിക്കലും ഷോക്ക് അടിക്കൂല. ദിസ് ഈസ് കാൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ദിസ് പ്രിൻസിപ്പിൾ, it is very safe to be inside a car or a train or a plane during ലൈനിങ് വരുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ അത് ഷോക്ക് അടി. ഫ്ലൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഫ്ലൈറ്റിന്റെ സർഫസിലൊക്കെ ബേൺ ചെയ്യും, സർഫസ് ബേൺ ചെയ്യും. ലൈനിങ് അടിച്ചിട്ട് ബേൺ ചെയ്തു പോകും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ അതിന്റെ സർക്യൂട്ടുകൾ കേടാവും. സർക്യൂട്ട് കേടാൻ നമ്മൾ അറിയാറില്ല. കാരണം ഫ്ലൈറ്റിന് സർക്യൂട്ടുകളെല്ലാം ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സർക്യൂട്ട് കേടായാൽ അടുത്ത് വേറെ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അല്ലെങ്കിൽ ഇത് താഴെ വിടൂലേ? ഫ്ലൈറ്റ് പോകുന്ന മൊത്തം മേഘങ്ങൾക്കിടയിലൂടെയാണ്. പടപടാ ചിലപ്പോൾ അടിക്കും. ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും മേഘത്തിനിടയിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയും ഇടിയുണ്ടെങ്കിലും ഫ്ലൈറ്റ് കയറിപ്പോവും, അതിനൊന്നും സംഭവിക്കില്ല. ഇപ്പം ഇത്രയും ഞാൻ ഒരിക്കലും ഓടിച്ച് പറയാം. പിള്ളേരെ ശ്രദ്ധിച്ചിരുന്നേ. ഇമാജിൻ എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ carrying a charge Q. P is a point at a distance of r from the center of the shell where electric field is to be determined. അതിനൊരു ഗോഷ്യൻ സിലിണ്ടർ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഇവിടെ സ്ഫിയർ ആയതുകൊണ്ട് ഗോഷ്യൻ സ്ഫിയർ തന്നെ നമ്മൾ എടുത്തു, യൂണിഫോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. At any point, the normal to the elementary area is parallel to the electric field. Therefore, theta is equal to 0. So the lie is applicable everywhere. Apply here. Integral of P dot ds equals 1 by epsilon 0 into charge enclosed. E into integral of ds equals 1 by epsilon 0 into q. ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ചാർജാണ് ഈ ഇതിനകത്തുള്ളത്. ds എന്ന് പറയുമ്പോഴത്തേക്ക് സർഫസ് ഏരിയ 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore, E equals 1 by 4π epsilon 0 into q by r² is the general expression. This equation is identical to that of a point charge. അതുകൊണ്ട് ചാർജ് ഷെല്ലും പോയിന്റ് ചാർജും എക്സ്റ്റേണൽ പോയിന്റിന് സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയ ചാർജ് ഷെൽ ഈസ് equivalent to a point charge such that the total charge gets concentrated at the center of the shell. Case 1, ഈ പി എന്നുള്ള പോയിന്റ് സർഫസിലെ പോയിന്റ് ആണെങ്കിൽ ആറിന് പകരം ആറെന്നിടുക. പ്രത്യേകത ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. പി എന്നുള്ള പോയിന്റ് അകത്തുള്ള പോയിന്റ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ 0 ആയി പോയി. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ചാർജ് പുറത്തും പോയിന്റ് അകത്തും. നോ ചാർജ് ഈസ് എൻക്ലോസ്ഡ്. അതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ 0 ആയി പോകും. സോ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദി ചാർജ് ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. ഇൻസൈഡ് ദി ക്യാവിറ്റി നോ മെറ്റൽ ഓഫ് എ മെറ്റൽ നോ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ്. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു 3D അനിമേഷൻ നിങ്ങൾക്ക് കാണാം. 3D അനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. ചാർജ് ഷെല്ലിന്റെ ആണേ. ഇതൊരു ചാർജ് ഷെൽ. പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. പി ഈസ് എ പോയിന്റ്. ഇതാണ് ഗോഷ്യൻ സർഫസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ട എലിമെന്ററി ഏരിയ അവിടെ വന്നു. നോർമൽ ടു എലിമെന്ററി ഏരിയ എടുക്കുമ്പോഴത്തേക്ക് അത് പാരലായി. ഇനി സർഫസിലെ പോയിന്റ് ആകുമ്പോൾ അത് ചുരുങ്ങി സർഫസിൽ പോയി പിടിക്കും. അതാണ് കേസ് 1. അപ്പം സ്മാൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ കൊടുത്താൽ മതി. അതിനകത്തോട്ട് പോകാൻ പറ്റില്ല, കാരണം അകത്ത് ട്രാൻസ്പാരൻ്റ് അല്ല. അതകത്ത് കയറിപ്പോയി. കണ്ട ട്രാൻസ്പാരൻ്റ് ആക്കിയിട്ട് അകത്ത് കയറിപ്പോയി. അകത്ത് കയറിപ്പോയപ്പോഴത്തേക്ക് ഗോഷ്യൻ സർഫസ് അകത്തും ചാർജ് പുറത്തും ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഇന്റഗ്രേറ്റ് 0 ആയി പോകും. ഇതൊരു സ്ഫെറിക്കൽ ഷെൽ carrying a charge Q. P is a point at a distance of r from the center of the shell. നമുക്ക് അവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഒരു ഗോഷ്യൻ സർഫസ് എടുത്തു. എ ഗോഷ്യൻ സർഫസ് ഇൻ ദ സ്ഫിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. ഒരു എലിമെന്ററി ഏരിയ എടുത്തു, അതിനൊരു നോർമൽ വരച്ചു. വളരെ വ്യക്തമായി മനസ്സിലായി കാണും. സർഫസിലെ പോയിന്റ് ആകുമ്പോൾ ആർ ഈക്വൽസ് ആർ. പിന്നെ അത് നിങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോയി ഇനി അത് ഇൻസൈഡ് ദ പോയിന്റ് ആകുമ്പോഴത്തേക്ക് ആ ഗോഷ്യൻ സർഫസ് അകത്ത് കയറിപ്പോവും. നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഗോഷ്യൻ സർഫസ് അകത്തുമായി, ചാർജ് പുറത്തുമായി, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച സാധനം. വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരിക്കൽ കൂടെ കാണുക.
ക്ലിയർ ആയല്ലോ? ശരി. ഇനി ഇതെന്താണെന്ന് നോട്ടെ. ഇതും ചെയ്തതാണ്, എന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ചാർജ് ഷെല്ലിൻ്റെ പുറത്ത് യൂണിഫോം ആയിട്ട് അത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ചാർജ് ഷെൽ ഈസ് ഈക്വൽ ടു എ പോയിന്റ് ചാർജ്. അതാണ് കൺസെപ്റ്റ്. ചാർജ് ഷെല്ലിൻ്റെ സർഫസിലിരിക്കുന്ന ചാർജ് അതിൻ്റെ സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് തുല്യമാണ്. ചാർജ് ഷെൽ ഈസ് ഇക്വലന്റ് ടു എ പോയിന്റ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ് എടുത്താൽ ദൂരെ ഇരിക്കുന്ന ഒരു പോയിന്റിന് ചാർജ് ഷെല്ലും പോയിന്റ് ചാർജും സെയിം ആണെന്ന് അർത്ഥം. ഇന്റീരിയർ പോയിന്റിനല്ല അത് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് Given that a single lightning bolt carries 1 billion volts of electric force with it, that's enough to power a 60-watt light bulb for half a year. But it doesn't end there. Lightning is 5 times hotter than the surface of the sun, so when it strikes, the air around the bolt heats up faster than the speed of sound. The result? An ear-shattering crack of thunder that sounds more like a nearby explosion. And they don't call it lightning for nothing. The light is almost blinding when you're dangerously close to a strike. Hey, speaking of which, what's the craziest weather you've ever seen? Let me know down in the comments. Anyway, lightning is one powerful force of Mother Nature. So just imagine being on a flight and all that happening to the plane. I'm almost too afraid to find out what the damage would look like. An exterior burnt black like a piece of coal? A shredded fuselage? A fire on board? Nope, and negative. Surprisingly, lightning doesn't do much damage to aircraft. For one thing, lightning doesn't hit airplanes all that often these days. Security rules don't allow pilots to fly into a storm front. The plane should go around a thundercloud but never above or under it. First of all, they don't usually fly over them since the cloud tops can rise too high. And if they fly below it, lightning will hit the plane for sure. I mean, it's a hunk of pure metal moving through the air. What would you expect? But they're able to avoid storms thanks to special onboard weather radars. Okay, but if a lightning strike doesn't bring a plane down or do any threatening damage, then why do they avoid storms? Well, it's not because of the lightning itself, but extreme turbulence that might happen inside a storm. Turbulence can cause serious troubles, including loss of control over the aircraft. The shaking can also cause heavy bags to fall out of the overhead bins and possibly hurt someone. That's why the rule is that planes should never get closer than 20 miles to the center of a storm. It's marked red on the radar. Sometimes pilots have to diverge from the route for dozens of miles just to avoid this heavy turbulence. The bolt usually hits the plane in the area of its nose and leaves near the tail and partially through the wings. It does that because it chooses the path of least the plane's metal skin but doesn't get inside or damage any important parts. Now that planes are covered not with pure aluminum but with composite materials, they get a special layer of a conductive mesh made from copper foil. The mesh looks like an electrically conductive canvas covering the plane's skin. In short, the aircraft becomes one giant Faraday cage. That's a special mechanism that English physicist and inventor Michael Faraday created way back in 1836 to protect devices from electromagnetic radiation. The cage is still used for the same purpose and works quite simply. When an outer electromagnetic field acts upon the cage, free electrons in its metal start moving. That charge gets redistributed around the cage's exterior and cancels any radiation that tries to get to the interior. But protecting airplanes from lightning doesn't end with the exterior materials. The internal systems and cables are also covered with copper meshes. The fuel tanks get filled with a neutral gas so that they don't catch on fire. And finally, to lower the chances of coming into a lightning bolt's path, there are special static eliminators installed at the wing's edges. Static discharge flows off of them and out into the air. Thanks to that, the plane always stays neutrally charged and doesn't attract lightning in the first place. In case lightning does hit, it'll likely leave through the static eliminator. Some minor damage to the skin, radio, or electronic devices might happen, but that's not really an urgent issue since all the critical devices are duplicated on board each plane. But with skin. Spots where the lightning entered and exited the plane's exterior usually look like small melted holes no more than a half an inch in diameter. They can be fixed very quickly.
But can passengers notice anything on board during this impromptu light show? Sure, you can hear a loud strike and see flashes outside the plane. The aircraft might even shake a bit with all that energy and force going on outside. But this is a standard situation that poses no danger to the flight. Lightning usually looks more frightening when you see it on the ground and not on board the plane. Hammond, as an experienced pilot himself, recalls that at the beginning of his career, lightning struck his plane. നോട്ട് എടുത്താല് അതിനകത്ത് 18ാമത്തെ പേജ് എടുത്തേ. ആ കാണുന്ന പടം നിങ്ങൾ ടിക്ക് ചെയ്യണം. പടമൊക്കെ നല്ല ക്ലിയർ ആയി കാണും. അതിൽ കേസ് 1, കേസ് 2 എല്ലാം പരിശീലനം. ഇതൊക്കെ വളരെ ചെറിയ എസ്സേകളാണ്. ഇത് എസ്സേകൾ എന്തുകൊണ്ട് ചെറുതായെന്ന് ചോദിച്ചാൽ ഇൻറ്റഗ്രലായതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് നിങ്ങൾക്ക് സെപ്പറേറ്റ് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ അത് മതിയാവും. അത് 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കണമെങ്കിൽ അത് എഴുതി കൊടുത്താൽ. ഞാൻ അവിടെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് ആൻഡ് അപ്ലയൻസസ് ആർ അഫക്റ്റഡ് സീരിയസ്ലി വിത്ത് എ സ്ട്രോങ് എക്സ്റ്റേണൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ദെയർ വർക്കിംഗ് സഫേഴ്സ് ആൻഡ് ദേ മേ സ്റ്റാർട്ട് മാൽ ഫംഗ്ഷനിങ്. മാൽ ഫംഗ്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് ജോലി ചെയ്യുക. ഡ്യൂ ടു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. Hence, these sensitive instruments should be shielded from external field. It is achieved by protecting and enclosing the sensitive instrument inside a hollow conductor, because inside a hollow conductor, electric field is zero. It is for this reason, it is safer to sit in a car. It is safer, safer to sit in a car or a bus during lightning rather than to stand near a tree or an open ground. ഇടി വെട്ടുന്നത് കണ്ടുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു മരത്തിന്റെ കീഴെ പോയി നിന്നു. ലൈറ്റ്നിങ് വീണ് ചത്തു. അതുകൊണ്ട് പേടിച്ച് കാറിൽ നിന്ന് ഇറങ്ങി പോരുത്. ഇറ്റ് ഈസ് വെരി സേഫ് ടു ബി ഇൻസൈഡ് എ കാർ. ട്രെയിനിലൊക്കെ ഒരുപാട് ലൈറ്റ്നിങ് അടിക്കും കേട്ടോ. പക്ഷെ ഇതൊന്നും ഇതിനകത്തിരിക്കുന്നവർ അറിയാറില്ല. ബിക്കോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ്. പോളാർ നോൺ പോളാർ മോളിക്യൂൾസ് ഒക്കെ നമുക്ക് എൻട്രൻസിന് മതി. തിയറിക്ക് അത്ര ആവശ്യമുള്ള സാധനങ്ങളല്ല. അതൊന്ന് വായിച്ച് നോക്കിയാൽ അതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന സാധനങ്ങളാണ്. നമുക്കത് തിയറി ക്ലാസ്സിലേക്ക് അത്യാവശ്യമുള്ള സാധനമല്ല. പക്ഷെ എന്താണെന്ന് ഞാനത് ഓടിച്ച് പറഞ്ഞു തരാം. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാതെ നിങ്ങളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തും ഇല്ല. സിലബസിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം പരീക്ഷയ്ക്കൊക്കെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് എത്രയോ വർഷമായി. എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വായിച്ച് ചിലപ്പം പ്രയാസം വരും മനസ്സിലാക്കാനായിട്ട്. Polar and non-polar molecules. പോളാർ എന്ന് പറഞ്ഞാൽ പൊളാരിറ്റി ഉള്ളത്, നോൺ പോളാർ പൊളാരിറ്റി ഇല്ലാത്തത്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നേണ്ടത് ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. മോളിക്യൂൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമെട്രിക് സ്ട്രക്ചർ ഉള്ളതും സിമെട്രിക് സ്ട്രക്ചർ ഇല്ലാത്തതും. ഫോർ എക്സാമ്പിൾ CO2 എന്ന് പറയുന്ന മോളിക്യൂൾ ആസ് സിമെട്രി, ലീനിയർ സിമെട്രി ഉള്ള ഒരു മോളിക്യൂളാണ്. എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂളിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സി ഇങ്ങനെ വരും, CO2 ഒരു O ഇവിടെയും വരും, ഒരു O ഇപ്പുറത്തും വരും. ഇതാണ് CO2. ഞാനൊരു പടം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. O2 എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജൻ, ഒരു ഓക്സിജൻ ഇവിടെ, ഒരു ഓക്സിജൻ. ലീനിയർ സിമെട്രി ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കോൺസെൻട്രേഷൻ ഒരേ ലൈനിലായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും. ഇനി അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ വർഷം സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചായിരുന്നു. ഒരു ബോഡിയുടെ എല്ലാ മാസും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഈസ്
കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ് കാൾഡ് സെന്റർ ഓഫ് മാസ്. അതേപോലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ ഒരു പോയിന്റിലും നെഗറ്റീവ് ചാർജ് എല്ലാം കൂടെ വേറൊരു പോയിന്റിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതാണ് പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും. സിമെട്രിയുള്ള മോളിക്യൂൾ ആണെങ്കിൽ പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും ഒരേ ലൈനിലായിരിക്കും, അവർ തമ്മിൽ കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള മോളിക്യൂളിന് പൊളാരിറ്റി കാണൂല, പ്ലസ് മൈനസ് ക്യാൻസൽ ആയി പോയി. അതുകൊണ്ട് ഇങ്ങനെയുള്ള മോളിക്യൂളിന് പറഞ്ഞ പേരാണ് പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾ. സോ ഇറ്റ് ഈസ് കോൾഡ് നോൺ പോളാർ. ഇവിടെ പൊളാരിറ്റി ഇല്ല, കാരണം ഒരേ ലൈനിൽ വരുന്നത് കാരണം ഇതിന് പോസിറ്റീവ് സെൻറ്ററും നെഗറ്റീവ് സെൻറ്ററും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ പുതിയ മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മളൊരു മോളിക്യൂളിനെ ഇതാണ് ഒരു മോളിക്യൂൾ എന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. ഇത് പോസിറ്റീവ് സെൻറ്റർ, ഇത് നെഗറ്റീവ് സെൻറ്റർ. ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാ. പോസിറ്റീവ് ചാർജിന്റെ ഇഫക്ട്സ് എല്ലാം കൂടെ ഒരിടത്ത് വരണം, പ്രോട്ടോണിന്റെ ഇഫക്റ്റ് എല്ലാം കൂടെ ഒരിടത്ത്, ഇറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് സെന്റർ. നെഗറ്റീവിന്റെ ഇഫക്റ്റ് എല്ലാം കൂടെ ഒരിടത്ത്, ഇറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് സെന്റർ. സിമെട്രിക് മോളിക്യൂൾ ആണെങ്കിൽ ഈ പ്ലസും മൈനസും അടുത്തടുത്ത് ഒന്നിച്ച് വന്ന് നിൽക്കുന്നത് കാരണം അതിന്റെ നെറ്റ് ഇഫക്റ്റ് 0 ആയി പോകും. ഡൈപോൾ ആണ്, പക്ഷെ ലെങ്ത് ഇല്ല, കണ്ട അത് കോൺസ്റ്റന്റ്, അത് കോയിൻസൈഡ് ചെയ്ത് പോയി. അത് കാരണം ഇതിന് നെറ്റ് ഡൈപോൾ മൊമെന്റ് കാണിക്കത്തില്ല. സോ ഇറ്റ് ഈസ് കാൾഡ് നോൺ പോളാർ. അതേസമയം വാട്ടർ, H2O വാട്ടർ, അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ലീനിയർ സിമെട്രി, നോ ലീനിയർ സിമെട്രി. എന്ന് പറഞ്ഞാൽ അതിന്റെ പടമാണ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, അതിന്റെ പടം ഞാൻ വരച്ചാൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് തരാം. ഓക്കെ, ഇത് വാട്ടറാണ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ H2O ഇതിങ്ങനെ നിൽക്കും. ഒരു ബോണ്ട് ആംഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങളെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള സാധനമാണ്. ഇതാണ് സാധനം H2O, ഇങ്ങനെ നിൽക്കും. ഓക്സിജൻ H. ലീനിയർ സിമെട്രി ഇല്ല. ഇത് കാരണം ഒരിക്കലും ഈ സിസ്റ്റത്തിന്റെ പ്ലസ് മൈനസും കൂടെ ഒരിക്കലും കോയിൻസൈഡ് ചെയ്യൂല. അപ്പൊ ഇങ്ങനെ ഒരു മോളിക്യൂളിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മോളിക്യൂളിനെ ഞാൻ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചാൽ അതിങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒരു മോളിക്യൂളിനാണ് ഞാൻ അതിന്റെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെന്റർ എടുക്കുകയാണെങ്കിൽ അത് വരച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് സെന്റർ ഇവിടെയും നെഗറ്റീവ് സെന്റർ ഇവിടെയും കാണും. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് ഡൈപോൾ മൊമെന്റ് കാണിക്കാൻ പറ്റും. ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സച്ച് മോളിക്യൂൾസ് ആർ കാൾഡ് പോളാർ മോളിക്യൂൾസ്. വാട്ടർ പോളാർ മോളിക്യൂൾ ആണ്, അതിന് ചാർജ് ഉണ്ട്, അതിന് സിമെട്രി കുറവായതുകൊണ്ട്, സിമെട്രി ഇല്ല, ലീനിയർ സിമെട്രി ഇല്ലാത്തത് കൊണ്ട് അത് പൊളാരിറ്റി കാണിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് പോളാർ മോളിക്യൂൾ. ക്ലിയറായി കാണും. ശരി, ഇനി ഇങ്ങനെ ഒരു മോളിക്യൂളിനെ, അതായത് നോൺ പോളാർ ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ മൈനസ് ചാർജ് ഇട്ടു, തൽക്കാലത്തേക്ക് താഴേക്ക് പ്ലസ് ചാർജും കൊടുത്തു. ഇങ്ങനെ കൊടുത്ത് എന്ത് പറ്റും? ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്താണ് ഇങ്ങനെ ഒരു മോളിക്യൂളിനെ വെക്കുകയാണെങ്കിൽ ഈ മൈനസ് ചാർജ് ഈ പോസിറ്റീവിനെ അങ്ങോട്ട് വലിക്കും, മൈനസ് ചാർജ് ഈ പോസിറ്റീവിനെ നേരെ അങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് വലിക്കും. ഈ നെഗറ്റീവിനെ ഈ പോസിറ്റീവ് ചാർജ് തിരിച്ച് ഇങ്ങോട്ട് വലിക്കും. റിസൾട്ട് എന്താണ്? ഈ കാണുന്ന മോളിക്യൂള് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ആയിട്ട് ഇത് പൊട്ടിപ്പോവും. സ്ട്രെച്ച് ആകുമ്പോഴത്തേക്ക് പ്ലസ് മൈനസ് തമ്മിൽ അകലും. എന്ന് പറഞ്ഞാൽ നോൺ പോളാർ മോളിക്യൂൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ പോളാർ മോളിക്യൂളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക്, ഈ മോളിക്യൂളിന്റെ ഷേപ്പ് ഇങ്ങനെ മാറും, ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഇനി വേണമെങ്കിൽ ഇത് പഴയതുപോലെ ആക്കാം. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക്
ഈ പ്ലസ് ഇവിടെയും വരും, പ്ലസ് ഇവിടെയും വന്ന് നിൽക്കും, സോറി, പ്ലസ് ഇവിടെയും വന്ന് നിൽക്കും, മൈനസ് ഇവിടെയും വന്ന് നിൽക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നിച്ചിരുന്ന ചാർജുകൾ സെന്ററുകൾ രണ്ടായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഇവിടെ നോൺ പോളാർ ആയിരുന്നെങ്കിൽ ഇത് പോളാറായിട്ട് മാറി. ഹിയർ നോൺ പോളാർ ബിക്കംസ് പോളാർ, നോൺ പോളാർ ബിക്കംസ് പോളാർ. അതാണ് പ്രത്യേകത. ഇങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഇതാണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്ന സാധനം. ഇതിന് ഇങ്ങനെ മാറാൻ കഴിവുള്ള മാറ്ററാണ് നമ്മൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. വെള്ളം ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. ഇതാണ് ഒരു കാരണം. പക്ഷെ നമുക്ക് ഇത് പറ്റും. ദിസ് ഫിനോമിനൻ ഇസ് കാൾഡ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് രണ്ടായിട്ട് പൊട്ടിപ്പോവും. ഇത് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്ത് രണ്ടായിട്ട് പൊട്ടി മാറും. ഇതിങ്ങനെ പൊട്ടി മാറിക്കളയും. ഇത് രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യും. ദാറ്റ് ഫിനോമിനൻ ഈസ് കാൾഡ് ഡൈഇലക്ട്രിക് ബ്രേക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്പാർക്ക് ചെയ്ത് കത്തിപ്പോവും. പിന്നെ അത് ബാക്കിയൊന്നും കാണൂല. ഇത് ഞാൻ അവിടെ കുറച്ച് സിമ്പിളായിട്ട് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക. തിയറി പരീക്ഷയ്ക്ക് വേണ്ട. ഞാൻ ഇതിൻ്റെ ഒരു അനിമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഡൈഇലക്ട്രിക്. ഇതാ നോക്കൂ, ഇപ്പൊ കാണാൻ പറ്റും. കണ്ട, ഇത് ചേർന്നിരിക്കുകയായിരുന്ന മോളിക്യൂള്. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്തു, അത് സ്ട്രെച്ച് ചെയ്തു, അത് ബ്രേക്ക് ആവും. അതാണ് സാധനം. അതായത് പോസിറ്റീവ് സെൻറ്റർ നെഗറ്റീവ് സെൻറ്റർ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് ഇത് നോൺ പോളറാണ്. ഞാൻ രണ്ട് മെറ്റൽ പ്ലേറ്റിന് ഇടയിൽ വെച്ചു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങി, അത് പൊട്ടിപ്പോയി. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ദിസ് ഈസ് കാൾഡ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. നിങ്ങൾ ടെലിവിഷനൊക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്ന കപ്പാസിറ്ററിനകത്തൊക്കെ ഈ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കാൻ നമ്മൾ എൻട്രൻസ് ക്ലാസ്സിൽ എടുത്തില്ല. ഈ സാധനമൊക്കെ ഞാൻ എൻട്രൻസ് ക്ലാസ്സിൽ പറഞ്ഞു തരും. എനിക്ക് ഒരുപാടുണ്ട്. ഒത്തിരി ബേസിക്സ് ഉള്ള. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ പോലെയല്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. ഇനി ഇതാണ് ഫാരഡേ കേജ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ കേജിനകത്ത് ഒരാളെ നിർത്തിയിട്ട് ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണ്, ലൈറ്റ്നിങ് ഉണ്ടാക്കുകയാണ്. പക്ഷെ മെറ്റൽ കേജിനകത്ത് ആയതുകൊണ്ട് അയാൾക്ക് ഷോക്ക് കേൾക്കുന്നില്ല. അയാൾ അതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. വെരി ഹൈ വോൾട്ടേജ് ആണ് കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന കോയിൽ ഗോസ് കോയിൽ എന്ന് പറയും. സൈഡിൽ കാണുന്ന കോയിലിന് പറഞ്ഞ പേര് ഗോസ് കോയിൽ. അത് ഞാൻ പിന്നെ എടുത്തു തരാം, അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. സ്പാർക്ക് അടിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. This is called Faraday cage and the experiment is called Faraday cage experiment. ഇതിനൊക്കെ ഒരുപാട് മാത്രം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സാധനമാണ്. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്സ് നന്നായിട്ട് നോക്കുക. നമ്മുടെ ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഈ ബുക്ക് ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇനി നമുക്കൊന്നും പഠിപ്പിക്കാനില്ല. തിയറി പരീക്ഷയ്ക്ക് വേണ്ട പ്രധാന പ്രോബ്ലംസ് എല്ലാം ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഡിസ്കഷൻ വയ്ക്കാം. ഓക്കെ, താങ്ക് യു പിള്ളേരെ.